ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ ശ്രേഷ്ഠമായ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. വലിയ വിടുതലുകൾ രാത്രിയിലും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നാം ഇന്നലെ ചിന്തിച്ചു തുടങ്ങി. നോ കണ്ടംനേഷൻ. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളിയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു അധ്യായം. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ നടുവിലെല്ലാം ഇനി തോൽവിയില്ല എന്ന് അരുളി ചെയ്യുകയാണ്. ഒരു അതിശയകരമായ ഒരു അധ്യായത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ പ്രാരംഭവാക്യങ്ങളിൽ പിതാവായ ദൈവം നമ്മുടെ രക്ഷന്റെ പ്രവൃത്തിയിൽ എന്തു ചെയ്തുവെന്നും പരിശുദ്ധാത്മാവാം ദൈവം എന്തു ചെയ്തെന്നും പുത്രനായ യേശുക്രിസ്തു എന്തു ചെയ്തുവെന്നും നാം ഇന്നലെ സവിസ്തരമായി പഠിക്കുവാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഈവൻ നമ്മുടെ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്ന ഒരു മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിന്തകളെ പോലും മാറ്റിമറിക്കുകയാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിന് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനാണ്, സമാധാനമാണ്. ജഡമെപ്പോഴും മരണത്തിന്റെ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ രാത്രി ആരെങ്കിലും മരണഭയത്താൽ ആയിരിക്കുന്നുവെങ്കിൽ റോമാലേഖനം 8:6 പറയുന്നു, നിന്റെ ചിന്തയ്ക്കൊരു വ്യത്യാസം വരണം. ആത്മാവിൽ ചിന്തിക്കുവാൻ ആരംഭിക്കണം. ആത്മാവിനുള്ളത് ചിന്തിക്കുവാൻ ആരംഭിക്കണം. എങ്ങനെ ചിന്തിക്കാൻ പറ്റും? നീ കർത്താവിനെ അറിയണം, കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം, കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേക്കണം, കർത്താവിനോടുകൂടെ ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർക്ക് ഇനി മരണചിന്തയല്ല, ക്രിസ്തുവിലുള്ളവരുടെ ചിന്ത ജീവനാണ്, ക്രിസ്തുവിൽ ഉള്ളവരുടെ ചിന്ത സമാധാനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും മരണഭയം നമ്മെ ഗ്രസിക്കുന്നുണ്ടെങ്കിൽ മരണത്തിന്റെ ഭയത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുറത്താക്കി കളയുകയാണ്. ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞു പോയ ദൈവത്തെ അല്ലല്ലോ നാം സേവിക്കുന്നത്. മരണത്തെ തകർത്ത കർത്താവ്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ആത്മാവിൽ വിളിച്ചു ചോദിക്കത്തക്കവണ്ണം രാത്രി നിങ്ങൾ വിളിച്ചു പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അങ്ങനെയുള്ള എല്ലാ മരണത്തിന്റെ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒരു ദൈവ പൈതലിന്റെ ചിന്തയല്ലത്, ഒരു ദൈവ പൈതലിന്റെ ചിന്തയല്ലത്. ഒരു ദൈവ പൈതലിന്റെ ചിന്ത ജീവനാണ്, ഒരു ദൈവ പൈതലിന്റെ ചിന്ത സമാധാനമാണ്. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. ഇറ്റ് ഈസ് ദ എനിമിറ്റി വിത്ത് ദ ലോർഡ്. ദൈവത്തോടുള്ള ശത്രുതയാണ്. നിങ്ങൾ ജഡത്തിൽ ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഹല്ലേലൂയ. ഇത് കേട്ടോണം. ആമേൻ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ജഡത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജഡത്തിൽ ചലിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജഡത്തിന്റെ സ്വഭാവം നിങ്ങളിൽ പിന്നെയും വാഴുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ സ്തോത്ര കാഴ്ച കൊണ്ടോ നിങ്ങളുടെ ആരാധന കൊണ്ടോ നിങ്ങളുടെ ജീവിതം കൊണ്ടോ ദൈവത്തെ നിങ്ങൾക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ഒന്ന്, ജഡത്തിന്റെ ചിന്തയെ പറ്റി പറഞ്ഞു. ചിന്തയാണല്ലോ നമ്മെ സ്വഭാവത്തിലേക്ക് നടത്തുന്നത്. രണ്ടാമത് പറയുന്നത് ജഡത്തിന്റെ ചിന്ത, രണ്ടാമത് പറഞ്ഞ ജഡത്തിന്റെ സ്വഭാവം.
ആത്മാവിന്റെ സ്വഭാവം. ഒന്ന്, ജഡത്തിന്റെ ചിന്ത. ആമേൻ. രണ്ട്, ആത്മാവിന്റെ ചിന്ത. ആമേൻ, സ്തോത്രം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആമേൻ, ജഡത്തിന്റെ സ്വഭാവം, ആത്മാവിന്റെ സ്വഭാവം. ആമേൻ. രണ്ട് ആത്മാവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദൈവവചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ആമേൻ, സ്തോത്രം, ഡീപ്പായിട്ട് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവമക്കളെ, നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, സ്തോത്രം, ആമേൻ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവൻ എങ്ങനെ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഹോളിനെസ് ഈസ് ജസ്റ്റിഫിക്കേഷൻസ് ഗോൾ. ദൈവം ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നെങ്കിൽ ആ വിശുദ്ധീകരണത്തിന്റെ ലക്ഷ്യം, ദൈവത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം, ആമേൻ, സ്തോത്രം, ആമേൻ, ആമേൻ, അവനെ നീതീകരിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അവനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ദൈവം പാപത്തെ ക്രിസ്തുവിൽ ന്യായം വിധിച്ചു. കാരണം ഒരു വിശുദ്ധി നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി, ദൈവിക വിശുദ്ധി നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി ദൈവം പാപത്തെ ക്രിസ്തുവിൽ ന്യായം വിധിച്ചു എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. താങ്ക് യു ജീസസ്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയാണ് ആമേൻ പൗലോസ്ലീഗ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ക്രിസ്ത്യാനി, ആമേൻ, ഒരു മനുഷ്യനെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ക്രിസ്ത്യാനികളല്ലാത്തവർ, ക്രിസ്ത്യാനികൾ, പിന്നീട് ക്രിസ്ത്യാനിയാണെങ്കിലും ആമേൻ രക്ഷിക്കപ്പെടാത്ത അൺസേവ്ഡ് മാനറിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആമേൻ. അവരെ വിളിക്കുന്ന പേരാണ് കാർണൽ ക്രിസ്ത്യൻസ്. കാർണൽ എന്ന വാക്കിന് സാർക്സ് എന്നാണ് ഗ്രീക്കിലെ വേർഡ്. ദാറ്റ് മീൻസ് ഫ്ലഷ്, ജഡമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ജഡവും പുല്ലുപോലെയാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ ഏതെങ്കിലും സ്വഭാവം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. We cannot please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ, ആമേൻ, സ്തോത്രം, താങ്ക് യു ജീസസ്, നാം ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ, സ്തോത്രം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വിശുദ്ധിയോടെ അവനെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റിയാ പറയുന്നത്. ബിഫോർ കൺവേർഷൻ, താനൊരു ദൈവ പൈതലാകുന്നതിന് മുമ്പ്, ആമേൻ, ആമേൻ, പൗലോസ്ലീഗ വിളിച്ചു പറയുകയാണ് 7-ാം അധ്യായത്തിന്റെ അവസാനം, ഞാൻ ഇച്ഛിക്കുന്നതൊന്നും അല്ലായിരുന്നു ഞാൻ ചെയ്യുന്നത്. ആമേൻ, എന്നിൽ വസിക്കുന്ന പാപം എന്നെ അടിമയാക്കി വെച്ചിട്ട് എനിക്ക് ചെയ്യരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടി പല കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ടെന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ അകത്തളത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കാര്യം പറയാം, എനിക്ക് പാപം ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത കാര്യം എൻ്റെ ഫ്ലഷിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ശേഷവും നാം ഈ ഒരു സ്ട്രഗിൾ അനുഭവിക്കാറുണ്ട്, ഈവൻ ആഫ്റ്റർ കൺവേർഷൻ. പക്ഷെ ഒരു കാര്യമാകട്ടോ, ആമേൻ, പൗലോസ് പറയാം, he couldn't keep the law of God by himself. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നിറവേറ്റാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ ആ പെർഫെക്റ്റ് ഹോളിനെസ്സിലേക്ക് രക്ഷിക്കപ്പെട്ട ശേഷവും തനിക്ക് തൻ്റെ പ്രവൃത്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവിടെയാണ് പറയുന്നത്, we cannot live a holy life apart from the Holy Spirit. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ സാധ്യം അല്ലവേ അല്ല. ഹല്ലേലൂയ. നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്, മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറയുന്ന പോലെ. ഞാൻ പാപം ചെയ്യത്തില്ല, പാപത്തിന്റെ പ്രവൃത്തി ഒന്നും ചെയ്യത്തില്ല,
നീ എൻ്റെ ആമേൻ ജീവിതമെല്ലാം വിശുദ്ധമായിരിക്കും നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ആ തീരുമാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു കാര്യം സത്യമാണ്, ഹോളിനെസ് ഈസ് മാൻഡേറ്ററി. ആമേൻ. വിശുദ്ധ ജീവിതം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ സ്വയം പ്രയത്നം കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തുണ നിൽക്കുവാനായി ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ആമേൻ. ഹോളിനെസ്, വിശുദ്ധി, ആമേൻ, എന്റേതല്ല. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഇൻ മീ. ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തുവാണ് എൻ്റെ വിശുദ്ധി എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കപ്പെടാം. ക്രിസ്തുവാണ് എൻ്റെ വിശുദ്ധി. ഹല്ലേലൂയ. നമുക്കറിയാം, വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ വെയിൽസിലെ ഉണർവിൻ്റെ പ്രൊഡക്റ്റ് ഇവാൻ റോബർട്ട്സ് എന്ന ചെറുപ്പക്കാരനെ പറ്റി അറിയാം. ഞാൻ പലതവണ, എനിക്കൊന്നൊരു 50 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പ്രയലാനിൽ ഇവാൻ റോബർട്ട്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ബെൻഡ് മീ ഓ ലോർഡ്, എന്നെ വളയ്ക്കണേ കർത്താവേ. ചില സമയത്ത് കഴിഞ്ഞ ദിവസം ദൈവാസം പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും അതൊരു എൻഡ് ആയിരിക്കുമെന്ന്. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് ഈസ് ടു ബെൻഡ് യു. ദൈവം പലപ്പോഴും നമ്മളെ വളയ്ക്കും. ഹല്ലേലൂയ. ചൂടാക്കി പൈപ്പൊക്കെ വളയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അതൊരു ഉപയോഗിക്കാൻ വേണ്ടിയാ, നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വളയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് യൂസിങ് യു. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇവാൻ റോബർട്ട്സിന്റെ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയായിരുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ചെറുപ്പക്കാരനായിരുന്ന ആമേൻ ആ യൗവനക്കാരനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ പ്രസംഗിക്കണം, യു ഹാവ് ടു പ്രീച്ച് ഇൻ ദ ചർച്ച്. പക്ഷേ ആ നല്ല പാസ്റ്റർ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. നമുക്കറിയാം ചരിത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് ഇവാൻ റോബർട്ട്സ് എന്ന നല്ല ചെറുപ്പക്കാരന് അല്പസമയം കൊടുത്തപ്പോൾ അദ്ദേഹം ആ ചാപ്പലിൽ കയറി നിന്ന് ആമേൻ ചില പോയിന്റുകളുള്ള ചെറിയൊരു പ്രസംഗം പ്രസംഗിച്ച് കണ്ണു തുറക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ചെറിയ കൂട്ടം 20-ൽ താഴെയുള്ളവർ കണ്ണുകൾ കൂടെ കണ്ണുനീരൊഴുകി 2 കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി മുട്ടുമടക്കി അവർ പാപബോധത്താൽ കരയുകയാണ്. ഇവാൻ റോബർട്ട്സിന്റെ പ്രസംഗത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. പാപബോധമുണ്ടായി. ജനങ്ങൾ വിശുദ്ധിയിലേക്ക് നടത്തപ്പെട്ടു. ഹോളിനെസ്. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. വി നീഡ് സച്ച് എ റിവൈവൽ. അങ്ങനെ ഒരു ഉണർവ് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വി നീഡ് സച്ച് എ റിവൈവൽ. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങനെ ഒരു ഉണർവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാൻ 8-ാമത്തെ വാക്യത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. അവൻ ആ പാർട്ട് ഇല്ല. അവൻ he has not capacity. നിങ്ങളോ, പക്ഷെ നിങ്ങളെ പറ്റി പറയാം. 9-ാമത്തെ വാക്യം. സ്തോത്രം. ശ്രദ്ധിക്കണമേ. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രയർ ലൈനിൽ വന്ന ദൈവമക്കളോട് ദൂത് പറയാ. നിങ്ങളോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. ഹല്ലേലൂയ. ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് ആമേൻ റെവല്യൂഷണറി വേഴ്സ്. ഏറ്റവും ശക്തമായ ഒരു വാക്യമാണ്. ആമേൻ. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് റിസൈഡിങ് ഇൻ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. You are the residents of the Holy Spirit. Amen. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തു വസിക്കുന്നു. പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ആമേൻ വർഷത്തിൽ ഒരിക്കൽ പഴയ നിയമ ഭക്തന്മാർ അനുഭവിച്ചു കൊണ്ടിരുന്ന സാന്നിധ്യം ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നു. So when I move, the Holy Spirit is moving. When I move, the presence of God is moving. ഞാൻ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം ചലിക്കുന്നു. പെട്ടകത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇരുന്നപ്പോൾ പെട്ടകം പോയിരുന്നിടത്തെല്ലാം വിജയമുണ്ടായതുപോലെ ദൈവ സാന്നിധ്യം വഹിക്കുന്ന പെട്ടകമായ എൻ്റെ ശരീരം എവിടെയെല്ലാം പോകുന്നുവോ അവിടെയെല്ലാം ചലനങ്ങൾ ഉണ്ടാകും. ദാഹോന്റെ വിഗ്രഹങ്ങളുടെ നടുവിൽ അവർ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ദാഗോന്റെ വിഗ്രഹം പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുന്നു. ശ്രദ്ധിക്കണേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. അവർ ആ വിഗ്രഹത്തെ പൊക്കിയെടുത്തു വെച്ചു. പക്ഷേ ആ വിഗ്രഹത്തിന്റെ ശക്തിയെ തവിടുപൊടിയാക്കി കളയുന്ന
ഒരു വലിയ വലിയ ദൈവ സാന്നിധ്യം ആ പെട്ടകത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ, ഷെഖീന ആ പെട്ടകത്തിനകത്തുണ്ടായിരുന്നെങ്കിൽ, ദൈവ സാന്നിധ്യം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ചുമക്കുന്ന അഭിഷേകം ചെറുതല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ആമേൻ, നിങ്ങളുടെ അകത്തു പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരായി തീരുന്നത് എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്ന് വാസം ചെയ്യുമ്പോഴാണ്. അപ്പാർട്ട് ഫ്രം ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുക സാധ്യമേ അല്ല, അല്ല, അല്ല. നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. We praise you Lord. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ആമേൻ, ഹല്ലേലൂയ. 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആരാന്നാ പറയുന്നത്? Who is a true Christian? ഹല്ലേലൂയ. 9-ാം വാക്യം ഇന്നലകളെ പറ്റി പറയുന്നു. ഒരു വിശ്വാസിയുടെ ഇന്നലെ. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. രണ്ടാമത് 10-ാമത്തെ വാക്യം അവന്റെ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. ഇന്നേ പറ്റി പറയുക. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആമേൻ. 11-ാമത്തെ വാക്യം നമ്മുടെ ഫ്യൂച്ചറാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. 9-ാം വാക്യം ഇന്നലകളിലെ കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസം ചെയ്തു. ഇപ്പോൾ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. പരിശുദ്ധാത്മാവിന്റെ പേര്, 1-ാമത്തെ പേര് ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കുറെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബൗദ്ധികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കുറെ തിയോളജി, ദൈവശാസ്ത്രം തലയ്ക്കകത്ത് നിറച്ചവനല്ല ദൈവത്തിന്റെ പൈതൽ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് സെൻട്രിക് ലൈഫ്, പരിശുദ്ധാത്മ നിയന്ത്രിത, പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതം നയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ. ഈ 11-ാം വാക്യത്തിനകത്ത് വലിയൊരു സീക്രട്ട് ഉണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ആമേൻ. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന കേട്ടോ. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. സോ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത ക്രിയകൾ, the role of the Holy Spirit in the life of Jesus, the role of the Holy Spirit in creation, the role of the Holy Spirit in the life of a believer, in his salvation, in അവനെ എറ്റേണിറ്റി, ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. യേശു കർത്താവിന്റെ ജീവിതത്തെ പറ്റി നാം പഠിക്കുമ്പോൾ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആമേൻ, ഈ ക്ലാസ്സിൽ വരുന്ന പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഫ്രം ദ വൂംബ് ടു ദ ടൂംബ്, ഗർഭപാത്രം മുതൽ, മറിയയുടെ ഗർഭപാത്രം മുതൽ ഇങ്ങ് അവസാനം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കടം വാങ്ങിയ കല്ലറയിൽ വരെ വ്യാപരിച്ചിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി. മറിയയുടെ ഉദരത്തിൽ ജനിക്കുവാൻ ഒരു സാധ്യതയുമില്ലായിരുന്നിട്ടും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ, ആമേൻ, സ്തോത്രം, കൈതൊടാതെ കല്ല് വന്നതുപോലെ, ആമേൻ, പുരുഷനെ അറിയാഞ്ഞിട്ടും മറിയയുടെ ഉദരത്തിൽ ഒരു ജനനത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തു. പരിശുദ്ധാത്മാവ് നിഴലിട്ടു. ദ ഹോളി സ്പിരിറ്റ് ഹോവറിംഗ് അപ്പോൺ, ഇല്ലേ, നിഴലിടുകയായിരുന്നു, പൊരുന്നിരിക്കുകയായിരുന്നു ഒരു ജീവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ദൈവമക്കളെ, യേശുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. യേശു കർത്താവിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ he was controlled by the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ആമേൻ, സ്തോത്രം. താൻ സ്നാനമേറ്റ് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി തൻ്റെ പുത്രത്വത്തെ സീൽ ചെയ്തു. അടുത്തത് ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം അടികൊണ്ടവനായി, പാട് സഹിച്ചവനായി, നിന്ന സഹിച്ചവനായി, ഓ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡി കല്ലറയ്ക്ക്, അരിമത്യക്കാരനായ ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചിട്ട് വലിയൊരു കല്ലുരുട്ടി വെച്ചിട്ട് റോമൻ ഇമ്പീരിയൽ മുദ്രകൾ പതിപ്പിച്ച് കയ്യിൽ ആയുധവുമായി പടയാളികളെ കാവൽ നിർത്തി ഇവൻ ഉയർക്കത്തില്ലെന്ന് വാദിച്ചു നിന്ന മണ്ഡലങ്ങളെ എല്ലാം തട്ടിമാറ്റി ഒറ്റ സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പിൽ തറച്ച സീലിനെ പൊട്ടിച്ചു മാറ്റി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ഡുനാമിസാണ്, അതേ ശക്തിയാണ്, അതേ പവറാണ് നിന്റെ അകത്ത് വസിക്കുന്നതെന്ന് ഇന്നു രാത്രി തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഒരു ഉൾബോധം നമുക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റിനെ പറ്റി ചിലർ വളരെ ഇകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഹി ഈസ് ദ തേർഡ് ഗോഡ്ഹെഡ് ഇൻ ദ ട്രിനിറ്റി. ഹി ഈസ് ഗോഡ് ഹിംസെൽഫ്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. Don't underestimate the Holy Spirit. നമ്മുടെ യൗവനക്കാരും ചില ബുദ്ധി രാക്ഷസന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന, ദൈവവചന പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർ പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഇകഴ്ത്തി കാണിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളായ നമ്മൾ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, പൗലോസ്ലീഗ പറയുന്ന ഒരു കാര്യമുണ്ട് എഫേസ്യ ലേഖനത്തിൽ, ഹല്ലേലൂയ, തന്റെ ബലത്തിൻ വല്ലഭത്താൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ബയോളജിയെ പറ്റി അറിഞ്ഞോ, സുവോളജി പഠിച്ചോ, ബോട്ടണി പഠിച്ചോ, എക്ലീഷിയോളജി പഠിച്ചോ, ന്യൂമറ്റോളജി പഠിച്ചോ, എന്തും നിങ്ങൾ പഠിച്ചോ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ബലത്തിൻ വല്ലഭത്താൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചിറങ്ങുന്ന ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. Nobody can measure that power. ദൈവ പൈതലെ, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഒരു മാപിനിക്കും അളക്കാൻ പറ്റത്തില്ല, ഒരു മന്ത്രവാദിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു ലോകശക്തികൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആത്മശക്തിയാണ് നിന്റെ അകത്തിരിക്കുന്നത്. Can you believe it? I'm not talking about a pastor. I'm not talking about a miracle worker. I'm not talking about a famous evangelist. I'm talking about you. ഞാൻ നിങ്ങളെ പറ്റിയാ പറയുന്നത്. നിങ്ങളെന്ന സാധാരണ വ്യക്തിയെ പറ്റി പറയുന്നത്. നിങ്ങളൊരു നേഴ്സ് ആയിരിക്കാം, ഒരു ഡോക്ടർ ആയിരിക്കാം, ഒരു ടീച്ചർ ആയിരിക്കാം, ഏത് ജോലിയും ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കുക, യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആത്മാവാണ് നിന്റെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സോ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, ഐ ക്യാരി എ ഡെഡ് റൈസിംഗ് അനോയിന്റിംഗ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു ആത്മാവാണ് എൻ്റെ അകത്തിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. എൻ്റെ മെന്റർ എന്നോട് പറഞ്ഞു, എൻ്റെ മെന്റർ പറഞ്ഞു, പാസ്റ്ററെ, യു ഹാവ് ടു പ്രേ ഫോർ 10 ഡെഡ് ബോഡീസ്. നീ 10 മൃതദേഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 8 ഉയർക്കത്തില്ലായിരിക്കും, പക്ഷെ നീ ദൈവസന്നിധിയിൽ ധൈര്യത്തോട് പ്രാർത്ഥിച്ചാൽ ആമേൻ 9-ാമത്തേതും 10-ാമത്തേതും ഉയർത്തിരിക്കും. എത്ര വലിയ വിശ്വാസമാ! യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ക്ലെയിം ചെയ്യുന്നു. 10 ഡെഡ് ബോഡിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു, പക്ഷേ 8 ഉയർത്തില്ലായിരിക്കും, പക്ഷെ 9-ാമത്തെയും 10-ാമത്തെയും ഉയർത്തിരിക്കും. ഹല്ലേലൂയ. എന്നോട് അദ്ദേഹം സരസമായിട്ടാ പറഞ്ഞേ, നിനക്കെന്നാ നഷ്ടം? നീ ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ച് ഉയർത്തില്ലെങ്കിൽ അവർ കൊണ്ട് കുഴിച്ചിട്ടോളും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ യു ഹാവ് ടു ട്രൈ ഇറ്റ്. നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ ട്രൈ ചെയ്യണം യേശുവിൻ നാമത്തിൽ. പാസ്റ്റർ, വൈ ആർ യു ടോക്കിംഗ് അബൌട്ട് ദിസ് ടൈം? യെസ്, ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒട്ടുമേ ചോർന്നു പോയില്ല. ബ്രദറുകാരൻ പറയുമായിരിക്കും, ബ്രദർ പറയുമായിരിക്കും അത് നിന്നുപോയെന്ന്. എന്നാൽ ദൈവത്തിന്റെ ശക്തി ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവ പൈതൽ പറയും, ഇല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ യുഗത്തിലും നിന്നുപോയിട്ടില്ല, അത് നിൽക്കത്തില്ല. ഇറ്റ് ഈസ് ദ പവർ ഓഫ് റിസറക്ഷൻ.
ആമേൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പേരാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി. അപ്പം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പേര് ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്ത് ആ ജീവൻ ഇരിക്കുമ്പോൾ, ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുമ്പോൾ, ആമേൻ, നീ തൊടുന്നിടത്ത് ജീവൻ വ്യാപരിക്കണം. പിന്നെ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഓ, ഇത് ഭയങ്കര ഒരു വെളിപ്പാടാണ്. ആമേൻ. കർത്താവിൻ്റെ വരവിന് മുമ്പേ, ആമേൻ, നാം ആരെങ്കിലും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടാൽ, ഈ മർത്യ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാൽ, നമ്മെ ദൈവം ഉയർപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. ചിലരെന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ, ഈ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഈ വാക്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യത്തെ പറ്റിയാ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു പരിശുദ്ധാത്മാവ് എന്നതുപോലെ നമ്മെയും വീണ്ടും ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. വി ആർ ബോൺ അഗൈൻ ഇൻ ദ ഹോളി സ്പിരിറ്റ്. നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഓ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഈ മക്കളെ, നമ്മൾ വീണ്ടും ജനിച്ചപ്പോ ഒരു റാഡിക്കൽ ചേഞ്ച് നമ്മുടെ അകത്തുണ്ടായി, ഒരു സമൂലമായ മാറ്റമുണ്ടായി. ആമേൻ. അത് ഈ പൗലോസ്ലീഗ പറയുന്നത് ഈ വചനത്തിൽ, ഈ റോമാലേഖനത്തിൽ, വി വേർ ഇൻ ആഡംസ് ഫാമിലി. ആദാമിന്റെ കുടുംബക്കാരായിരുന്നു നമ്മൾ. ആദാമിന്റെ കുടുംബക്കാർ പാപികളായി, പാപത്തിന്റെ ഫലമായി പിശാചിന്റെ കുടുംബക്കാരായി. എന്നാൽ നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിലാണ്. വി ആർ ഡെലിവേർഡ് ഫ്രം സിൻ. We are delivered from slavery. We are delivered from wickedness. We are delivered from, hallelujah, oh, every kind of judgment. We are growing in holiness and to possess the eternal life. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാ. നിത്യജീവനു വേണ്ടി നമ്മൾ കാംക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Thank you, Jesus. Born again experience. It's a supernatural experience. അത് സമൂലമായ ഒരു മാറ്റം മാത്രമല്ലായിരുന്നു, പ്രകൃത്യാതീതമായ ഒരു ജനനമായിരുന്നു. നിക്കോദിമോസ് കർത്താവിനോട് ചോദിച്ചു, ഞാൻ രക്ഷിക്കപ്പെടാൻ എന്തോ ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ബോൺ അഗൈൻ, വീണ്ടും എന്ന പദം ഇറ്റ് ഈസ് ഫ്രം എബവ്, സ്വർഗത്തിൽ നിന്നുള്ളൊരു ജനനമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഫാർ റീച്ചിങ് തിങ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം, നമ്മുടെ വീണ്ടും ജനനാനുഭവം ഒരു ആത്മീയ ജീവിതത്തിന്റെ തുടക്കം മാത്രമല്ലായിരുന്നു. പാപത്തിൽ നിന്നും, ആമേൻ, ന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ലായിരുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ എത്രയോ എത്രയോ അപ്പുറത്ത്, ആമേൻ, സ്തോത്രം, അതിന്റെ ഫാർ എൻഡിൽ ഗ്ലോറിഫിക്കേഷൻ ആണ് ദൈവത്തിന്റെ വിഷയം. മഹത്വീകരിക്കുക എന്നുള്ളതാണ്. വി ആർ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രൗഢജാന. അഭിഷേകം പ്രാപിക്കാത്തവർ, പരിശുദ്ധാത്മാവിനെ ചെറുതായി കാണുന്നവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നുപോയെന്ന് പറയുന്നവർ, ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് റെലവൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. നീ ഉയർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നിൽ ഉണ്ടായിരിക്കണം. യു നീഡ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യുവർ ലൈഫ്. ആമേൻ. തൻ്റെ ആത്മാവിനെ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇന്നു രാത്രിയിലും, ആമേൻ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തളത്തിൽ വാണരുന്ന ഡെഡ് സ്പോട്ടുകളെ, മരണത്തിൻ്റെ വ്യാപാരങ്ങളെ, മരണത്തിൻ്റെ കറുത്ത മണ്ഡലങ്ങളെ ആത്മാവ് ജീവിപ്പിക്കുകയാണ്. യെസ്, യു ആർ നോ മോർ അണ്ടർ ദ ക്ലച്ചസ് ഓഫ് ഡെവിൾ. പിശാചിന്റെ അടിയിലല്ല നിങ്ങൾ, മരണത്തിന്റെ അധീനതയിലല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാം ഈ ഭൂമി വിടും.
നമ്മൾ അതിൽ ഭയമുള്ളവരല്ല. പക്ഷെ ഒരു കാര്യമാ, എൻ്റെ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം. കേട്ടോ, എൻ്റെ കർത്താവ് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് എന്നെ കൊണ്ടുപോകാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ കർത്താവ് നിശ്ചയിച്ച സമയത്തിന് ശേഷം എന്നെ ഇവിടെ പിടിച്ചു നിർത്താനും ആർക്കും പറ്റത്തില്ല. ഇത് രണ്ടും കേട്ടോണം. ആമേൻ. കർത്താവ് നിശ്ചയിച്ച സമയത്തിനു ശേഷം ആമേൻ ആർക്കും എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സമയത്ത് മാത്രമേ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ മരണത്തിന്. കാരണം ആമേൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ എൻ്റെ അപ്പനാണ്. എൻ്റെ കർത്താവ് തുറന്നു കൊടുക്കാതെ പറ്റത്തില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. സോ എങ്ങനെയാ എന്നെ ഉയർപ്പിക്കാൻ പോകുന്നത്? എൻ്റെ അകത്തു വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട്, യേശു കർത്താവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിനെ കൊണ്ട് തന്നെയാ എന്നെ ഉയർപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. 12-ാം വാക്യം പറയാ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ചാ നടക്കുന്നെങ്കിൽ ആക്ച്വലി ദാറ്റ് ലൈഫ് ഈസ് എ ഈസി ലൈഫ്. ആമേൻ. ചിലർ പറയത്തില്ല, ഞാൻ കാല് പോകുന്നിടത്തോട്ടെല്ലാം അങ്ങ് പോകാന്ന്. കണ്ണിന് വേണ്ടുന്നിടത്തോട്ടെല്ലാം കണ്ണ് ചലിപ്പിക്കുകയും ജഡത്തിന് തോന്നിയ പോലെ ജഡത്തിന്റെ രാഗമോഹങ്ങളിൽ ജീവിക്കുന്നവരോട് പറയട്ടെ, ആമേൻ, നിന്റെ അവസാനം മരണമാണ്. നീ മരിക്കും നിശ്ചയം. സ്തോത്രം. ആത്മാവിൽ, ആമേൻ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ? ആമേൻ. സ്തോത്രം. ഇത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ആത്മാവിനാൽ ഈ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് പകർന്നത് എന്തിനെന്നറിയാമോ? കൈയടിക്കാം, അന്യഭാഷ പറയാം, പ്രവചിക്കാം, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യാം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ദൗത്യം പറയാ, നിന്റെ അകത്തു പകർന്നിരിക്കുന്ന ആത്മാവിനാലുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. നീ കൊല്ലണം, മരിപ്പിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾ ജീവിക്കും. അടുത്ത വാക്യം കേട്ടോണം, 14. ആമേൻ. ആത്മാവ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Those who are led by the Holy Spirit are the children of God, led by the Holy Spirit. പരിശുദ്ധാത്മാ നിയന്ത്രിത ജീവിതം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതം. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് യു. അതെങ്ങനെയാ പാസ്റ്ററെ? പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ആത്മനിറവുള്ള ദൈവ പൈതലിനോട് ചോദിക്കണം, അവൻ പറയും. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, വഴിയാകുന്നു, ഇതുവഴി പോകുക എന്നുള്ള ഇമ്പമായ ശബ്ദം നീ പിന്നിൽ കേൾക്കും. ആമേൻ. നിയോഗങ്ങളാൽ അവൻ നിന്നെ നടത്തും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ സ്തോത്രം ചെയ്തു. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനെ കരം പിടിച്ചു നടത്തും. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കരം പിടിച്ചു നടത്തും. നോ മോർ കൺഫ്യൂഷൻ. ആമേൻ. പരിശുദ്ധാത്മ നിറവുള്ളവൻ കൺഫ്യൂഷനിൽ ജീവിക്കുന്നവനല്ല. ഹി ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവനെ നയിക്കും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് ലൂക്കോസ് 4:1. Jesus was full of the Holy Spirit and he was led to the wilderness. മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യും. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് നടത്തുന്നവനാണ്, ആമേൻ, ദൈവത്തിന്റെ മക്കൾ. ആമേൻ. പ്രൈസ് യു ജീസസ്. ടെസ്റ്റ് യുവർസെൽഫ്. നിങ്ങളെ ആരാ നടത്തുന്നത്? ജഡമാണോ നടത്തുന്നത്, അതോ പരിശുദ്ധാത്മാവാണോ നടക്കുന്നത്? ആമേൻ. ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്.
ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തീം കേട്ടോ. ഒരു വലിയൊരു തീമാണിത്. ഗലാത്യ ലേഖനം 5:16 എടുത്താട്ടെ. അവിടെ ഒരു കൽപ്പന പോലെ പറഞ്ഞേക്കുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. Be led by the Holy Spirit. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. മുമ്പേ പറഞ്ഞ ജഡത്തിന്റെ പ്രവർത്തികളെ അവിടെ വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ. വ്യാഖ്യാനം ഒട്ടുമേ ആവശ്യമില്ലാത്തതാണ്. അടുത്ത വാക്യം, ആമേൻ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, ആമേൻ, സ്തോത്രം, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. യേശു ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. By the help of the Holy Spirit, you have crucified your flesh with the Christ. ക്രിസ്തുവിനോടുകൂടെ പുഷ്പം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനാൽ നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം തുടരുക, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയാം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇഫ് യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, നമ്മളെ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. നമ്മുടെ ഫാമിലി ചേഞ്ചായി, നമ്മുടെ സ്റ്റാറ്റസ് ചേഞ്ചായി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. പ്രൈസ് ദ ലോർഡ്. ഫാദർഹുഡ് നമ്മളിലേക്ക്, ആമേൻ, ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറി. We became the children of God. That is the greatest revelation in the Bible. മറ്റു മതങ്ങളെല്ലാം ദൈവവും മനുഷ്യനും എന്ന രണ്ട് തട്ടിൽ നിർത്തിയിരിക്കുമ്പോൾ, ആമേൻ, അല്പം കൂടെ ആർദ്രമായ ഒരു ബന്ധത്തെ വിളിച്ചു പറയുന്ന ദൈവവചനത്തിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭാഗം പ്രസംഗിക്കുമ്പോഴെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് വികാരാധീനനാവും. കാരണം സ്തോത്രം, മറ്റു മതങ്ങളെല്ലാം അവൻ ദൈവത്തെ എവിടെയോ ഇരിക്കുന്ന ഒരു ശക്തിയായി പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ദൈവം നിന്റെ പിതാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നതിനാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എനിക്കൊരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവിന്ന് മനസ്സിലായി. ഞാൻ പലതവണ ഈ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു സ്റ്റാൻഡ് ഓൺ ദറ്റ് സൺഷിപ്പ്, ആ ഹയർഷിപ്പിൽ നീ നിൽക്കുമ്പോൾ, ആ കൂട്ടവകാശിയായിട്ട് നീ നിൽക്കുമ്പോൾ, ആ മകന്റെ അവസ്ഥയിൽ നീ നിൽക്കുമ്പോൾ, പുത്രത്വത്തിനകത്ത് നീ കയറി നിൽക്കുമ്പോൾ, പാതാള ഗോപുരം നിന്നെ കാണുമ്പോൾ വിറയ്ക്കും. നിന്റെ വായിൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാചി ചെന്നപ്പോൾ ആദ്യം ചോദിച്ച പദം ഇതാണ്, നീ ദൈവപുത്രൻ ആണെങ്കിൽ. ദൈവമക്കളെ, നിങ്ങളുടെ റേഷൻ കാർഡിലെ പേരിനെ പറ്റിയോ നിങ്ങളുടെ പാസ്പോർട്ടിലെ പേരിനെ പറ്റിയോ ഒന്നും പിശാച് നിങ്ങളോട് സംശയം ചോദിച്ചു വരുത്തില്ല. നിങ്ങളോട് പിശാച് ചോദിക്കും, ആർ യു റിയലി സേവ്ഡ്? ആർ യു റിയലി എ ചൈൽഡ് ഓഫ് ഗാഡ്? അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റണം, യെസ് ഡെവിൾ, ഐ ആം ബോൺ അഗെയിൻ, ഐ ആം വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്,
I am resurrected with Christ through my baptism. എൻ്റെ സ്നാനത്തിലൂടെ ഞാൻ കർത്താവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് ഞാനൊരു ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. ആമേൻ. I am a child of God. അവിടെ ഇരുന്നുകൊണ്ട് പറയണം, ഇതൊരു സൺഡേ സ്കൂൾ ക്ലാസ് ആയി നിങ്ങൾക്ക് തോന്നും, but it is the greatest revelation in the scripture. ദൈവവചനത്തിൽ ഒരു ദൈവ പൈതലിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്റ്റാൻഡേർഡാണ്. You are a child of God. നീ ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയണം, ആമേൻ, ആമേൻ, അവർ ഹെവൻലി ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചോണ്ട് വേണം നീ കയറി ചെല്ലാൻ. ഫസ്റ്റ് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവവുമായിട്ടുള്ള നിനക്കുള്ള ബന്ധത്തെ നീ ഒന്ന് സ്ഥാപിക്കണം. പിന്നെ പറയുന്നു 15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിന് പറയുന്ന അടുത്ത പേര് പുത്രത്വത്തിന്റെ ആത്മാവ്. യേശുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആത്മാവ്, ഉയർപ്പിച്ചവന്റെ ആത്മാവെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ഓ മൈ ഗാഡ്, താങ്ക് യു ജീസസ്. ദൈവാത്മാവെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഇവിടെ പറയാ പുത്രത്വത്തിന്റെ ആത്മാവെന്ന്. നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ദൈവം വിളിക്കുന്ന പേര് കേട്ടോ, പുത്രത്വത്തിന്റെ ആത്മാവ്. മക്കളുടെ അകത്തിരിക്കുന്ന ആത്മാവ്, മക്കളുടെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനാലല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മേൽ ഗ്രസിച്ചിരുന്ന, നമ്മളെ ഭരിച്ചിരുന്ന ആത്മാവിന്റെ പേരാണ് ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു അബ്ബാ ഫാദർ. ഹല്ലേലൂയ. നമ്മുടെ മേൽ ഗ്രസിച്ചിരുന്ന ആത്മാവിന്റെ പേരാണ് ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. എന്നാ ആമേൻ, ഈ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആത്മാവ്, താങ്ക് യു ജീസസ്, ദാസത്വത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് സ്ലേവറി. അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആത്മാവ്, സ്പിരിറ്റ് ഓഫ് സ്ലേവറി. എന്നാൽ ഇന്ന് നീ അന്ന് നീ ഭയത്തിന്റെ കീഴിലായിരുന്നു, അന്ന് നീ മരണത്തിന്റെ കീഴിലായിരുന്നു, അന്ന് നീ ന്യായവിധിയുടെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് നീ ആ ഭയത്തിന്റെ കീഴിലല്ല. ആമേൻ, സ്തോത്രം. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവിന് ആണ് നമ്മുടെ മേൽ പ്രാപിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് വിളിച്ചു പറയണം, ഐ ആം നോ മോർ എ സ്ലേവ് ടു ഫിയർ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ഒരു ദൈവത്തിന്റെ പൈതലാണ്. ഇവിടെ എഴുതിയേക്കുന്ന വാക്ക് കേട്ടോ, ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യഹൂദന്മാരുടെ മക്കൾ അവരുടെ അപ്പനെ വിളിക്കുന്ന പേര് അബ്ബ എന്നും അമ്മയെ വിളിക്കുന്ന പേര് ഇമ്മ എന്നുമാണ്. ഇമ ആമേൻ. അബ ആൻഡ് ഇമ, ആമേൻ. അപ്പനും അമ്മയും, ഡാഡി ആൻഡ് മമ്മി എന്നുള്ളതാണ്. എന്നതുപോലെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ, ദൈവത്തെ ഡാഡി എന്ന് വിളിക്കാൻ. യഹൂദന്മാരുടെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം. യഹൂദന്മാരുടെ പ്രാർത്ഥന അവൻ നിലവിളിച്ചോണ്ട് അബാന്ന് വിളിക്കുന്നത്. അതിൻ്റെ കോപ്പിയായിട്ടാണ് മറ്റ് മതങ്ങളൊക്കെ അവർ മൈക്കിലൂടെ ആമേൻ പല കാര്യങ്ങൾ ചെയ്യുന്നത്. They are copying the prayer of Jews. Hallelujah. Thank you Holy Spirit. അങ്ങനെയാണെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ദൈവത്തെ ഡാഡി എന്ന് വിളിക്കാനാണ് പഠിപ്പിച്ചത്. What a privilege. We can call God our daddy in heaven, our father in heaven. Oh my God. രാത്രി ആത്മാവിൽ ഞാനിത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ ഉപമയ്ക്കകത്തിലെ അപ്പൻ്റെ മുതലുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മകനെ, അവൻ്റെ അപ്പനെ പറ്റിയുള്ള ഓർമ്മ അവനെ മടക്കി വരുത്തി. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുത്തുന്ന. ആമേൻ. Holy Spirit creates in our heart, amen, that we are no longer the devil's children, but rather we are the children of God. ദൈവത്തിൻ്റെ മക്കളാണ്. അവന് യഥാർത്ഥത്തിൽ സുബോധം വന്നപ്പോൾ,
അവന് മനസ്സിലായി, അയ്യോ, ഞാൻ ഈ അടിമയുടെ മകനായിട്ട് ജീവിക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ കഴിയേണ്ടവനല്ല. അങ്ങനെ ഹോളി സ്പിരിറ്റ് നമ്മളെ ക്വിക്കൻ ചെയ്തു. അയ്യോ, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, ഞാൻ വചന സത്യത്തിനനുസരിച്ച് ജീവിക്കേണ്ടതിനാ. അവൻ ആരെയും ഭയപ്പെട്ടില്ല. അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്നു. ഇന്ന് നമുക്ക് ഇന്ന് ആ പുത്രത്വത്തിലില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, I tell you, God is our loving Father. Amen. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ദൈവമക്കളെ, അടുത്തത് 16-ാമത്തെ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് പറയുന്നത്. ഏറ്റവും വലിയ സാക്ഷ്യമാണ്. താങ്ക് യു ജീസസ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം. നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവുണ്ടല്ലോ, കൂടെ നമ്മളോട് വിറ്റ്നസ് ചെയ്യുകയാണ്. വിറ്റ്നസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നീ ദൈവത്തിൻ്റെ പൈതലാണ്. നീ ദൈവത്തിൻ്റെ പൈതലാണ്. ഹല്ലേലൂയ. ഒരു ന്യൂ റിലേഷൻഷിപ്പിലാണ് മക്കളെ നീ നിൽക്കുന്നത്. നിനക്കൊരപ്പനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എന്തുവാ സാക്ഷ്യം പറയുന്നറിയാമോ? പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുക, ആമേൻ, നിനക്കൊരു അഡോണായി ഉണ്ട്, നിനക്കൊരു യജമാനനുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. യു ആർ നോ മോർ എ സ്ലേവ്. നീ ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയും, നോ, യു ആർ നോട്ട് എലോൺ, യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. നിനക്ക് നല്ലൊരു പിതാവ് ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. കരുണയുള്ള ഒരപ്പൻ, ആർദ്രതയുള്ള ഒരപ്പൻ, മനസ്സലിവുള്ള ഒരപ്പൻ, രക്തം നൽകി നിന്നെ വിലയ്ക്ക് വാങ്ങിയ നിന്റെ അപ്പൻ നിന്നോട് കൂടെയുണ്ട്. Hallelujah. So the Holy Spirit is the proof in you that you are a child of God. Hallelujah. Thank you. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Hallelujah. Thank you Jesus. We praise you Master. We worship you Lord. പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ അകത്തിരിക്കുന്ന മാനുഷിക ആത്മാവിനോട് പരിശുദ്ധാത്മാവ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി കൊതിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തെ സമൂലമായ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. റാഡിക്കൽ ചേഞ്ച്. പാപത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ജഡസ്വഭാവത്തെ നിങ്ങൾക്ക് മരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് ദൈവവചനത്തിൽ പറയുന്നു. ആമേൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആമേൻ, റിസറക്ഷൻ, ഉയർപ്പ്. നമ്മെ ഉയർപ്പിക്കുന്നത്, ആമേൻ, കർത്താവിനെ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ്. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ we will be going more deeper into the word of God. ആമേൻ. ഒരു ദൈവ പൈതൽ ആയതിൻ്റെ ഗുണങ്ങൾ, the inheritance of a child of God ആണ്. നാളെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഇത് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറഞ്ഞാൽ we will definitely go into that, and moreover that we will be digging into the, ആമേൻ, സ്തോത്രം, we are the highest of the Holy Spirit. We are the highest. നമ്മൾ കർത്താവിൻ്റെ മക്കളായതുകൊണ്ടുള്ള ഗുണങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും നാളെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമുക്ക് വരുവാനിരിക്കുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്, നമ്മൾ പ്രാപിച്ച ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നാമശാന്തര. നാം ക്രിസ്തുവിനോട് കൂടെ വാഴാൻ പോകുകയാണ്. നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ പോകുകയാണ്. ആ പിതാവിനെ പോലെ ആയിത്തീരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ഇൻഹെറിറ്റൻസ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. We bless you in Jesus name. കർത്താവ് നിങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈ വചനങ്ങളാൽ വഴി നടത്തുമാറാകട്ടെ. Amen, amen and amen.